ഹായ് ഹലോ എല്ലാവർക്കും എയ്സ് കോപ്പറേറ്റീവ് അക്കാഡമിയുടെ പുതിയ ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ ഇല്ലേ, എക്സാം അവസാനിച്ചു. അതിൻ്റെ CSEBയുടെ ആൻസർ കീയുമായിട്ടാണ് അല്ലെങ്കിൽ എക്സാം അനാലിസിസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എയ്സ് കോപ്പറേറ്റീവ് അക്കാഡമിയുടെ പുതിയ ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനും സുനിത മിസ്സും ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ലൈവുമായിട്ട് എത്തുന്നത്. നമ്മൾ സാധാരണ എക്സാം പോലെയല്ല, 160 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഉള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. ആൻഡ് വൺസ് അഗെയിൻ എയ്സ് കോപ്പറേറ്റീവ് അക്കാഡമിയുടെ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മുഫീദ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാടാ. ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് അല്ലേ. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആദ്യമേ പറയാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ അനലൈസ് ചെയ്യുന്നത് എ കോഡാണ്. എ കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ 20 ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കേടാ, നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം നോക്ക്. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പെർസ്പിക്യുവസ്. എന്താണ് അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉത്തരം? 1C ക്ലിയർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം C ക്ലിയർ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കൂ. ചൂസ് ദ ആൻറ്റോണിം ടു ദ വേർഡ് ഡീവിയസ്. ഡീവിയസ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, സിനണിം അല്ല, ആൻറ്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഓപ്ഷൻ ബി സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയടാ. സംതിങ് വിച്ച് ഈസ് ഇമാജിൻ ടു ബി റിയൽ ബട്ട് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്താണ് നമ്മൾ അതിനെ വിളിക്കുന്നത്? അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിഗ്മെൻ്റ് എന്ന്. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷൻ എ ഫിഗ്മെൻ്റ് ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ. അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? അതിനെ വിളിക്കുന്നതാണ് 4ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇംബെസിലിറ്റി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ 4D ആണ്, ഇംബെസിലിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കേടാ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക്. ഡേഷ് ചൈൽഡ് ഈസ് പുട്ട് ടു ഡേഷ് സ്കൂൾ വെൻ ഇറ്റ്സ് 5. ആർട്ടിക്കിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അവിടെ ചേർക്കേണ്ട ആർട്ടിക്കിൾസ്? ഓക്കേടാ, അഞ്ചാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താണ്? ഓപ്ഷൻ ഡി എ ആണ് അല്ലേ. എ ചൈൽഡ് ഈസ് പുട്ട് ടു, നോ ആർട്ടിക്കിൾ ആണ് അവിടെ വരുന്നത്. അപ്പം എങ്ങനെ വായിക്കാം നമുക്ക്? എ ചൈൽഡ് ഈസ് പുട്ട് ടു സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5. ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല, അവിടെ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ ചേർക്കുന്നു. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. സീതാറാം ഈസ് ഡേഷ് പയസ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ ഡേഷ് സ്മോൾ ഹൗസ് നിയർ ദ ടെമ്പിൾ. എന്താണ് ആൻസർ വരുന്നത്? 6B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ എന്നുള്ളതാണ്. എങ്ങനെ വായിക്കാം? സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ് നിയർ ദ ടെമ്പിൾ എന്നാണ് വരുന്നത്. നോക്കാം നമുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. ഏഴാമത്തെ ചോദ്യം. യെസ്, യുവർ 7th ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. 7th ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി കംപ്ലീറ്റഡ് ദ ജേർണി ഡാഷ് 5 hours. എന്താണ് അവിടെ കൊടുക്കേണ്ടത്? അറ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ കുറേ പേര്. എന്താണ്? 7. ഓപ്ഷൻ ബി ഇന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ഇൻ 5 hours എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കൂ. പ്ലീസ് ഡോണ്ട് കോൾ മീ അണ്ടിൽ ഡേഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. ഓക്കെ, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? 8A ആഫ്റ്റർ ആണ്. ഓക്കെ, മുന്നേ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, 8 ഓപ്ഷൻ എ ആഫ്റ്റർ ആണ്. 9ാമത്തെ ചോദ്യം നോക്കടാ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ പ്രൊനൗൺ. പ്രൊനൗണിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. എന്തായിരുന്നു? ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ ഡാഷ് ഓഫ് യു ഈസ് ഫേഴ്സ്റ്റ് ഇൻ ദ ലൈൻ. എന്താണ്? വിച്ച് ആണ്. 9A ആണ്, വിച്ച് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡാഷ് ഡിസിഷൻസ്. എന്താണ്? എങ്ങനെയാണ് വരുന്നത്? ദോസ് ഡിസിഷൻസ് ആണ് അല്ലേ. 10 ദോസ് ആണ്. അതെങ്ങനെയാണ് ഈ ദോസ് വന്നേ? വാസ് കണ്ടില്ലേ?
ഓക്കെ, അതേപോലെ തന്നെ ഡിസിഷൻസ് എന്ന് കണ്ടില്ലേ, ഇത് പ്ലൂറലാണ്. അപ്പം എന്തായാലും 2 ഓപ്ഷൻ അതിനകത്ത് നമുക്ക് എടുക്കാനുള്ളൂ. ഒന്നുകിൽ ദീസ് എടുക്കണം, അല്ലെങ്കിൽ ദോസ് എടുക്കണം. ഇവിടെ ഒരു വാസ് കണ്ടില്ലേ നിങ്ങൾ, ഇതെന്താണ്? ഇത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദീസ് വരില്ല, നമ്മൾ എന്തെടുക്കുന്നു? ദോസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കേടാ, 11ാമത്തെ ചോദ്യം നോക്കൂ. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ വേർബ് ഓർ ക്ലോസ്. ഓക്കെ, ഏതാണ് ചോദ്യം നോക്കൂടാ. ദ കമ്പനി ലെറ്റ് മീ ഡേഷ് ടൈം ഓഫ് വർക്ക്. എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ടേക്ക് ആണ് വരുന്നത്. V1 ഫോർമാറ്റ് ആണ് വരുന്നത്. 11 ഓപ്ഷൻ എ ടേക്ക് ആണ്. ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കൂ. ദ കോർട്ട് ഡേഷ് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? 12B ടുക്കാണ് അല്ലേ. ഓക്കെ, 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക്. ചിൽഡ്രൻ ഫിൽ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസ് ഓർ ക്ലോസ്. അപ്പോൾ ഫ്രേസും ക്ലോസിൽ നിന്നുള്ള അടുത്ത ചോദ്യം തന്നെയാണ്. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡേഷ് ദെയർ പാരൻസ്. എന്താണ് കുട്ടികൾക്ക്, എന്താണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്? കുട്ടികൾക്ക് പാരൻസിനെ പ്രേരിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനൊക്കെ ടെംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഗെറ്റ് റൗണ്ട്. 13 ഓപ്ഷൻ സി ഗെറ്റ് റൗണ്ട് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഇഫ് യു ബോറോ സംതിങ് ഫ്രം സംവൺ മേക്ക് ഷുവർ യു എന്താണടാ? ഗിവ് ഇറ്റ് ബാക്ക് ടു ദം. എങ്ങനെയാണത് പറയുന്നത്? ഇഫ് യു ബോറോ സംതിങ് ഫ്രം സംവൺ മേക്ക് ഷുവർ യു ഗിവ് ബാക്ക് ടു ദം. ഓക്കെ, ഓപ്ഷൻ ബി. 14ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, 15ാമത്തെ ചോദ്യം നോക്കൂ. The given sentence in the following questions may need some improvement. Find which of the alternatives given below is a better option. Okay, ആ given സെൻറ്റൻസിനുമായിട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഏതാണ് തോന്നുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം നോക്കിയടാ. We had a grand party and we enjoyed very much. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? 15 സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. We had a grand party and we enjoyed ourselves very much എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. If I had the money, I would have bought the car. എങ്ങനെയാണ് അത് എഴുതുന്നത്? ഇഫ് ഐ ഹാഡ് മണി എന്നല്ല, ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? 16 എ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഏതാണ് വേർഡ്? അനാർക്കി എന്നുള്ളതാണ് വേർഡ്. എന്താണ് അനാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇല്ലാത്ത, ഭരിക്കാൻ കൃത്യമായൊരു സ്റ്റേറ്റ് ഇല്ലാത്ത സാഹചര്യത്തെയാണ് എന്ത് പറയുന്നത്? അനാർക്കി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇല്ലാത്ത ഒരു സിസ്റ്റത്തെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് 17 നോ ഗവൺമെൻറ്. ഓക്കെ, നോ ഗവൺമെൻറ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നതടാ? അനാർക്കി എന്ന വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, 17ാമത്തെ ചോദ്യം നോക്കിയടാ. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 17 കഴിഞ്ഞടാ, 18. ഓക്കെ, മാറിപ്പോയതാണേ. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 18ാമത്തെ ചോദ്യം നോക്കിയേ. എത്തീസ്റ്റ്, എല്ലാവരും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്. എന്താണ് എത്തീസ്റ്റ്? ദൈവചിന്ത ഇല്ലാത്ത ആള്. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്. ഫെയ്ത്ത്ഫുൾ അല്ല, ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്. 18 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എത്തീസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഏതാണ്? വായിക്കുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ കിട്ടും. നോക്കിയടാ, കാണുന്നുണ്ടോ ഓപ്ഷൻ? നമുക്ക് ബ്യൂട്ടിഫുൾ ഉണ്ട്, പ്രിറ്റി ഉണ്ട്, ഫെയർ ഉണ്ട്, ഹോറിബിൾ ഉണ്ട്. ഏതാണ്? എളുപ്പം കിട്ടും. ഹോറിബിൾ ആണ് ആൻസർ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം അൻവർ, ബാക്കിയെല്ലാം ഏകദേശം സെയിം മീനിങ് ആണ്.
അടുത്ത നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് 20ാമത്തെ ചോദ്യമാണ് ഫൈൻഡ് ദ മിസ് സ്പെൽറ്റ് വേർഡ് എന്ന് പറയുന്നത് തെറ്റായി എഴുതിയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കൺസെൻസസ് എന്നുള്ള ഈ വേർഡാണ് എന്ത് തെറ്റായിട്ടുള്ളത് ഓക്കെ ഇനി ശരിയായിട്ട് എങ്ങനെ എഴുതാം ശരിയായ സ്പെല്ലിംഗ് എങ്ങനെയാണ് CONSE ആണ് അല്ലേ CONSENSUS എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വേർഡ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് 20ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് യുവർ 21st ക്വസ്റ്റ്യൻ ഈസ് ഹിയർ നോക്കേടാ ഓക്കെ ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷ് അവസാനിച്ചു GKയിലേക്കാണ് ഇത് പോകുന്നത് അല്ലേ 21 മുതൽ 40 വരെ നമ്മൾ GKയിലേക്കാണ് പോകുന്നത് ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കാര്യമായിട്ട് ആൻറ്റണിമും സിനോണിമും ഇട്ട് കളിക്കുമായിരുന്നു ക്വസ്റ്റ്യൻസിൽ ഇല്ലേ ക്ലോസിൻ്റെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഇനി GKയിലേക്കാണ് പോകുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാൻഡേർഡുള്ള GK തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കേടാ നമുക്ക് നോക്കാം ദ ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ഭൂദാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഭൂദാൻ മൂവ്മെൻറ്റ് ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് വിനോബ ഭാവയാണ് അല്ലേ അപ്പോൾ 21 ഓപ്ഷൻ ബി ആണ് വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഭൂദാൻ മൂവ്മെൻറ്റ് വിനോബ ഭാവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 22nd നോക്കടാ ഹൂ ഈസ് ദ ലീഡർ ഓഫ് കല്ലുമാല സമരം കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നമുക്കറിയാം 22 A ആണ് അയ്യങ്കാളിയാണ് അല്ലേ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് 23ാമത്തെ ചോദ്യം നോക്കൂ ഹൂ റോട്ട് വിക്ടറി സിറ്റി ആരെഴുതിയതാണ് വിക്ടറി സിറ്റി സൽമാൻ റുഷ്ദിയുടെ കൃതിയാണ് എന്ത് വിക്ടറി സിറ്റി എന്ന് പറയുന്നത് 23 ഓപ്ഷൻ ബി ആണ് സൽമാൻ റുഷ്ദിയാണ് ആൻസർ ഓക്കെ 24ാമത്തെ ക്വസ്റ്റ്യൻ 24 വേർ വാസ് ദ country's first water metro inaugurated അല്ലേ രാജ്യത്തെ ഫസ്റ്റ് വാട്ടർ മെട്രോ ഇനാഗുറേറ്റഡ് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതെവിടെയാണ് കൊച്ചിയാണ് 24ന്റെ ആൻസർ ഓപ്ഷൻ സി കൊച്ചിയാണ് ഓക്കെ 25th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് ഓക്കെ 25th ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഡ്രെയിൻ ഇൻ ടു അറേബ്യൻ സീ അറേബ്യൻ സീയിലേക്ക് ചേരാത്ത നദി ഏതാണ് ഇതിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കല്ലടയാറാണ് ഓക്കെ കല്ലടയാറാണ് ഇത് എവിടേക്കാണ് ചേരുന്നത് കല്ലടയാർ ചേരുന്നത് അഷ്ടമുടിക്കായലിലാണ് അല്ലേ അഷ്ടമുടിയിലാണ് കല്ലടയാർ ചേരുന്നത് ഓക്കെ അഷ്ടമുടിക്കായലാണ് ഓക്കെ 26ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് 26th ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് റിവർ ഈസ് ഓൾസോ നോൺ ആസ് പയസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്ന റിവർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് പയസ്വിനി എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം 26th ചന്ദ്രഗിരിയിലെ ചന്ദ്രഗിരി റിവർ ആണ് എന്ത് പയസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ 26 ഓപ്ഷൻ ഡി ചന്ദ്രഗിരി ഓക്കെ 27ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ ചെയർമാൻ ഓഫ് ഹരിത കേരളം മിഷൻ ആരാണ് ഹരിത കേരളം മിഷന്റെ ഡിസ്ട്രിക്ട് ലെവൽ ചെയർമാൻ എന്നാണ് 27A ഓപ്ഷൻ 27 ഓപ്ഷൻ എ ആണ് ഓക്കെ 27 ഓപ്ഷൻ എ ആണ് പ്രസിഡന്റ് ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് ഓക്കെ 28ാമത്തെ ചോദ്യം ദ ഫസ്റ്റ് ഏഷ്യൻ ഹൂ പെർഫോംഡ് എ സിംഫണി ത്രൂ റോയൽ ഫിലാർമോണിക് ഓർക്കസ്ട്ര ലണ്ടൻ ഓക്കെ അതിൻ്റെ ആൻസർ ആരാണ് വരുന്നത് 28A ഇളയരാജയാണ് അല്ലേ ഓക്കെ ഫിലാർമോണിക് ഓർക്കസ്ട്രയിൽ പെർഫോം ചെയ്ത ആള് എവിടെ വെച്ച് നടന്നത് ലണ്ടനിൽ ഓക്കെ ആരാണ് ഇളയരാജയാണ് ഇളയരാജയുടെ ശരിക്കുള്ള പേരെന്താടാ ആർ ജ്ഞാനദേശികർ എന്നുള്ളതാണ് ഇളയരാജയുടെ ശരിക്കുള്ള പേര് ഓക്കെ നമ്മൾ ഇളയരാജ എന്ന പേരിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ഓക്കെ 29ാമത്തെ ചോദ്യം നോക്കാം നമുക്ക് 29 ഒരു ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് നോൺ ആസ് 7 sisters അല്ലേ 7 സുന്ദരിമാർ എന്നറിയപ്പെടുന്ന 7 sisters എന്നറിയപ്പെടുന്ന 7 സഹോദരിമാർ അല്ലേ 7 സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്ട് സ്റ്റേറ്റിൽ പെട്ടത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഏതാണ് MT മാമൻ എന്നുള്ള കോഡ് നിങ്ങൾക്ക് അറിയില്ലേ ഓക്കെ 29 ഓപ്ഷൻ സി ആണ് ത്രിപുര മേഘാലയ നാഗാലാൻഡ് ആൻഡ് മിസോറാം 29 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ 30 നോക്കാം നമുക്ക് വേൾഡ് ട്രോമ ഡേ എന്നാണ് വേൾഡ് ട്രോമ ഡേ 13 ആൻസർ ഒക്ടോബർ 17 ഓപ്ഷൻ എ ആണ്
ഓക്കെ, വേൾഡ് ട്രോമ ഡേ October 17 ആണ്, ഓപ്ഷൻ എ. ഓക്കെ, 31ാമത് ചോദ്യം. 31 ഈസ് ഹിയർ. ഓക്കെ ഓക്കെടാ. ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് ഫീൽഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് സോയിൽ മാനേജ്മെൻറ്റ്. ഫീൽഡ് ക്രോപ്പ് പ്രൊഡക്ഷനും സോയിൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രികൾച്ചർ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അഗ്രോണമിയാണ്. 31 ഓപ്ഷൻ ബി അഗ്രോണമിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 32ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മുലൂർ മെമ്മോറിയൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ് ഡിസ്ട്രിക്റ്റ്. ഏത് ഡിസ്ട്രിക്റ്റിലാണ് മുലൂർ മെമ്മോറിയൽ ഉള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി പത്തനംതിട്ടയാണ്. ഓക്കെ, 33 നോക്കാം നമുക്ക്. ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി അല്ലേ, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? മംഗളവനമാണ്. 33 ഓപ്ഷൻ എ ആണ്. ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഓക്കെ, 34 നോക്കാം നമുക്ക്. 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഷെയർഡ് ബോർഡർ വിത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഓപ്ഷനിലുള്ളത്? ഉത്തരാഖണ്ഡാണ് അല്ലേ ഓപ്ഷനിലുള്ളത്. ഓക്കെ, ബാക്കി നോക്കിയാൽ പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും എല്ലാം പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് 34ൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, 35 നോക്കാം നമുക്ക്. ഹൂ ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ലോ ഓഫീസർ എന്നറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ ആണ് അല്ലേ. 35 എ ആണ്. ഓക്കേടാ, 35ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, അറ്റോർണി ജനറൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 36ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഗോൾഡൻ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അല്ലേ. സുവർണ വിപ്ലവം ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജൂട്ടുമായി ബന്ധപ്പെട്ട ചണം എന്ന് പറയപ്പെടുന്ന ജൂട്ടുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഗോൾഡൻ റെവല്യൂഷൻ. ഓക്കെ, 37ാമത്തെ ക്വസ്റ്റ്യൻ 37 നോക്കാം നമുക്ക്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. ഓക്കെ, ആരാണ് GST കൗൺസിലിൻ്റെ ചെയർമാൻ? കുറേ പേര് പറയുന്നത് കേട്ടു പ്രൈം മിനിസ്റ്റർ ആണെന്ന്. പ്രൈം മിനിസ്റ്റർ എന്തിൻ്റെയാ? നീതി ആയോഗിൻ്റെ ചെയർമാനാണ് ആര്? പ്രൈം മിനിസ്റ്റർ. GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? യൂണിയൻ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആണ്. അപ്പോൾ 37 ഓപ്ഷൻ ഡി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഓക്കെ, 38ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 38th ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് വൺ അറേഞ്ച്ഡ് മേർഡർ. ആരാണ് വൺ അറേഞ്ച്ഡ് മേർഡർ എന്നുള്ള പുസ്തകം എഴുതിയത്? ആരാണ്? ചേതൻ ഭഗതിൻ്റെ പുസ്തകമാണ് എന്ത്? വൺ അറേഞ്ച്ഡ് മേർഡർ എന്നുള്ളത്. ഓക്കെ, 39ാമത് 39th ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ദ only Keralite to win the ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ കേരളീയൻ? ഒരേ ഒരു കേരളീയൻ ആരാണ്? 39 ഓപ്ഷൻ ഡി ആണ്. അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്ഥിരമായി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ. ഹൂ റോട്ട് ദിസ് ലൈൻ? 14th ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഈ ലൈൻ റോട്ട് ചെയ്തിട്ടുള്ളത്? ആരാണ്? കുമാരനാശാൻ്റെ ലൈൻസ് ആണ്. 40 ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഓക്കെ, 41st ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 41. അപ്പോൾ GK എവിടെ കഴിഞ്ഞു? വി ആർ ഗോയിങ് വിത്ത് മാത്സ്. എങ്ങനെ ഉണ്ടായിരുന്നു മാത്സിൻ്റെ എക്സാം? പറയൂ, മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? 20 ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ബുദ്ധിമുട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മാത്സിൽ അങ്ങനെ കണ്ടില്ല. കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ഇവിടെ കണ്ടത്? മാത്സിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, പാറ്റേൺസും കാര്യങ്ങളും മെൻ്റൽ എബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കി പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോർമൽ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ് മാത്സിലുണ്ടായിരുന്നത്. ഓക്കെ, അത്ര ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്തിലുള്ളത്? മാത്സിലുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 41st ക്വസ്റ്റ്യൻ നോക്കൂ. ഹരി ഡ്രൈവ്സ് ഹിസ് കാർ അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h ഫോർ 20 minutes. ഓക്കെ, അപ്പോൾ 54 km/h 20 minutes ആണ് ഹരി ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ഡ്രൈവ്? ഓക്കെ, ഡിഡ് ഹി ട്രാവൽ?
ഓക്കെ, അദ്ദേഹം പോയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 41ൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി 14 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, 42 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 42, 36, 34, 30, 20, 28, 24 ഒരു സീരീസ് ആണ് അല്ലേ പോയിട്ടുള്ളത്. വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ് ഇൻ ദ സീരീസ്? ഈ സീരീസിലെ അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 42ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 22 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി 22 ആണ് വരുന്നത്. ഓക്കെ, 43 നോക്കാം നമുക്ക്. ഫിൽ ഇൻ ദ ബാങ്ക് വിത്ത് സ്യൂട്ടബിൾ പാറ്റേൺ ഗിവൺ ബിലോ. വീണ്ടും ഒരു പാറ്റേൺ ആണ്, ഇത് സ്പെല്ലിംഗ് വെച്ചിട്ടുള്ളതാണ് അല്ലേ. നോക്കിയടാ, QAR RAS SAT TAU. അടുത്ത് വരുന്ന ഏതാണ്? 43 ഓപ്ഷൻ എ ആണ്, UAV എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. ഓക്കെ, 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെർസെൻറ്റേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ് അല്ലേ ഈ ക്വസ്റ്റ്യന്. ഇഫ് 80% ഓഫ് എ നമ്പർ ഈസ്, ഓക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇഫ് 80% ഓഫ് നമ്പർ ഈസ് 210, വാട്ട് ഈസ് ദ നമ്പർ? അല്ലേ, 8%, 80% എന്ന് പറയുന്നത് 210 ആണെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ, എളുപ്പത്തിൽ കിട്ടും. 44ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2170 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. 45th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. When looking through the mirror, the time on a clock is 10:20. Then what will be the actual time? അല്ലേ, മിററിലെ ടൈം തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 10:20 ആണ് തന്നിട്ടുള്ളത്. റിയൽ ടൈം, ആക്ച്വൽ ടൈം എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 140 ആണ്. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ, മിറർ ടൈം കണ്ടുപിടിക്കാൻ. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ തന്നെയാണ് എന്ത് പോകുന്നത്, മാത്സ് പോകുന്നത് കേട്ടോ. അടുത്ത നോക്കടാ. സുമൻ ബോട്ട് 10 പെൻസിൽ ഫോർ 50 ആൻഡ് സോൾഡ് ദം ഫോർ 60. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഗെയിൻ എന്താണ്, ആക്ച്വൽ ഗെയിൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്? പെർസെൻറ്റേജിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 46th ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ ഡി 20 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 20% ആണ് അദ്ദേഹത്തിൻ്റെ ഗെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, 47th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് 125 ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ഇറ്റ് ബിക്കംസ്. ഇപ്പോൾ 125ൻ്റെ 20% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എത്രയായി മാറും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 47 എത്രയായി മാറൂടാ? 150 ആയി മാറും അല്ലേ. ഓപ്ഷൻ ബി 150 ആണ്. ഓക്കെ, ഇനി 48th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 ഇഞ്ചസ് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 5.08 ആണ് അല്ലേ. 2 ഇഞ്ചസ് 48, ഓപ്ഷൻ എ ആണ്, 5.08 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് എത്രയാടാ? 1 ഇഞ്ച് എത്രയാണ് വരുന്നത്? 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 ആണ്. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറയുന്നത് 5.08 ആണ്. ഓക്കെ, ഓക്കെ, 49th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 40% ഓഫ് 80 ഡിവൈഡഡ് ബൈ 80% ഓഫ് 40 എത്രയാണ് വരുന്നത്? 1 ആണ് അല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, 1 ആണ് ആൻസർ. ഓക്കെ, 50ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 50th ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 5 വെൻ ഡിവൈഡഡ് ബൈ 6, 9 ആൻഡ് 18 ഈസ്. ഓക്കെ, ഏത് നമ്പർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? 50, ഓപ്ഷൻ എ വരുന്നു, 23 ആണ് ആൻസർ. ഓക്കെ, ഓക്കെ, 51 ഈസ് ഹിയർ. സിമ്പിൾ ആയിരുന്നു അല്ലേ, ജസ്റ്റ് അങ്ങോട്ട് വെട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, 51ാമത്തെ ചോദ്യം. 51 ഈസ് ഹിയർ. ഇഫ് ഓൾ ദ വവൽസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഫോളോയിങ് അറേഞ്ച്മെൻറ്റ്, വാട്ട് ലെറ്റർ കംസ് 5th ഫ്രം ദ ബാക്ക്? ഓക്കെ, 5ാമത് 5th ബാക്ക് എന്ന് നോക്കുമ്പോൾ 5th വരുന്ന ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 51ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, W ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, 52 നോക്കാം. 5 years ago, the average age of Madhu and Rajan was 18.
Now, if the average age of Madhu, Rajan and Venu is 24 years, then what will be the age of Venu after 12 years? കാണുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തോന്നും, പക്ഷേ ജസ്റ്റ് ഒന്ന് ലോജിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഏതാണ്? 52ൻ്റെ ഓപ്ഷൻ സി ആണ്. 38 ആണ് ആൻസർ. 52 ഓപ്ഷൻ സി. എത്രയാണിത്? 38 ആണ് ആൻസർ. ഓക്കെ, 53 നോക്കാം നമുക്ക്. ഇഫ് റോസ് ഈസ് കോഡഡ് ആസ് 6821, ചെയർ ഈസ് കോഡഡ് ആസ് 73456 ആൻഡ് preach is coded as 961473. What will be the code for search? Okay, SEARCH. ഏതായിരിക്കും അതിൻ്റെ കോഡ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? നോക്കൂ, 21467 എന്നുള്ളതാണ് അതിൻ്റെ കോഡായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. 54. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 25:650, 35:1260, 45 എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ? 54 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 2070 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, 55. ഓക്കെ, നോക്കാം നമുക്ക്. 55ാമത് ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 50 students were there in a class who took the mental ability test. 6 of the students did not qualified. Out of the remaining, Agil ranked 40th from the least. What will be his rank from the top? എത്രാമത്തെയാണ് അഖിലിൻ്റെ റാങ്ക്? ടോപ്പിൽ നിന്ന് എത്രാമത്തെയാണ് അഖിലിൻ്റെ റാങ്ക് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 55ൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? 31 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 56. ഫൈൻഡ് ദ വേർഡ് വിച്ച് ഡസ് നോട്ട് ബീയിങ് വിത്ത് അതേഴ്സ്. ഓക്കെ, കൂട്ടത്തിൽ ചേരാത്ത ഒറ്റപ്പെട്ട് നിൽക്കുന്ന വേർഡ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? അത് ഗൂഗിളാണ് അല്ലേ? ഓക്കെ, ഗൂഗിൾ. 56 ഓപ്ഷൻ സി ഗൂഗിളാണ് വരുന്നത്. ഓക്കെ, 57th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഇഫ് ദ സം ഓഫ് 2 numbers ഈസ് 1444 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 156, then which number is the greatest എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് രണ്ട് നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 1444 അത് തമ്മിലുള്ള ഡിഫറൻസ് 156 ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഗ്രേറ്റർ നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 57 ഓപ്ഷൻ ഡി ആണ്. 800 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 58th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, Ravi travels 20 meters east from a place, then turn left and travel 15 meters, then turn right and travels 10 meters, and turn right again and travel 15 meters. But how far is Ravi from where he started his journey? ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഏതാണ് ആൻസർ? 58ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 30 ആണ് വരുന്നത്. 58 ഓപ്ഷൻ ബി 30 മീറ്റേഴ്സ് ആണ് അയാൾ ആദ്യം ജേർണി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാടാ, 59 നോക്കാം. ഓക്കെ, 59 നോക്കൂ. ഇഫ് 2 = 0, 3 = 3, 4 = 6, 5 = 9, then 7 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും അപ്പോൾ 7 വരുന്നത്? ഓപ്ഷൻ ബി 15 ആണ് വരുന്നത്. 59 ഓപ്ഷൻ ബി 15 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 60th ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ദ ലാർജസ്റ്റ്? ഏതാണ്? നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 14/15 ആണ്. ഓക്കെ, അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചു. മാത്സ് അവസാനിച്ചു. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അല്ലേ? മാത്സ് വലിയ ബുദ്ധിമുട്ടില്ല. ഇംഗ്ലീഷ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ജി കെയും അത്ര വലിയ പ്രശ്നമായിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നിങ്ങളുടെ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാണ്. ഓക്കെ, നോക്കാം നമുക്ക്. 61ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്.
International Cooperative Alliance was founded by International Cooperative Congress on 19th August 1895. എവിടെ വെച്ചാടാ? ഏതാണ് തരുന്നത്? 61 ഓപ്ഷൻ സി ലണ്ടൻ ആണ് അല്ലേ? ഓപ്ഷൻ സി 61ൻ്റെ ആൻസർ ഓപ്ഷൻ സി ലണ്ടൻ ആണ്. ഓക്കെ, 62 നോക്കാം നമുക്ക്. The modern concept of cooperation is altogether different from the primitive one. Okay, it denotes a special method of doing business. This interpretation was given by, ഈ interpretation ആരാണ് തന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? 62 ഓപ്ഷൻ എ ടി എൻ ഹജീലയാണ് ആൻസർ വരുന്നത്. 62 ടി എൻ ഹജീലയാണ്. ഓക്കെ, നമുക്ക് 63ലേക്ക് പോവാം. എന്താണ് 63 നോക്കാം നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് ആൻ ഇക്കണോമിക് ബെനിഫിറ്റ് ഓഫ് എ കോർപ്പറേഷൻ? ഏതാണ്? 63 ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, 63 നോക്കാം നമുക്ക്. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതാണ് അല്ലേ? 63 ഓപ്ഷൻ എ ആണ്. ഓക്കെ, 64ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, 64ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 64. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ഡെയിൽ പയനീഴ്സ്? റോക്ക്ഡെയിൽ പയനീറിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 64ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 64 ഓപ്ഷൻ സി ആണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതാരുടെയാടാ? ഡി ജി കാർവേയുടേതാണ് അല്ലേ? ആ പ്രിൻസിപ്പിൾ വരുന്നത് ഡി ജി കാർവേയുടേതാണ്. ഓക്കെ, 65 നോക്കാം നമുക്ക്. 65 നോക്കിയടാ. നോക്ക്. The word cooperative societies were added after association and union in dash under the part 3 of the Constitution of India. ഏതാണ് ആൻസർ വരുന്നത്? 65 ആൻസർ ഓപ്ഷൻ സി ആണ്. 65 ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 43B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആർട്ടിക്കിൾ 43B കേട്ടോ. 43B ആണ് വരുന്നത്. ഓക്കെ, 66ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. 66th ക്വസ്റ്റ്യൻ. ഓക്കെ, ത്രൂ ദ മൊണ്ടേഗു-ചെംസ്ഫോർഡ് reforms of dash corporation became a provincial subject. ഓക്കെ, ഏതാണ് വരുന്നത്? ഇയർ ഏതാണ് വരുന്നത്? 66 മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് ഏത് വർഷമാണ് വരുന്നതാടാ? 66 ഓപ്ഷൻ സി 1919 എന്നുള്ള ആൻസർ ആണ് വരുന്നത്. ഓക്കെ, 1919 ആൻസർ ആയിട്ട് വരുന്നത്. 67th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് ഇൻ? ഏതാണ്? 67 വരുന്നത് 2002 ആണ്. ഏതാണ്? 2002 ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 68. ഓക്കെ, കാണുന്നോടാ? ഓക്കെ, 68. ഓക്കെ, 68ലേക്ക് പോവാം നമുക്ക്. സെക്ഷൻ 3 ഓഫ് ദ BR Act, the BR Act, Banking Regulation Act 1949 provides that the provisions of BR Act shall not be applicable to PACS if they, what do you mean by PACS? Primary Agriculture Credit Societies. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? PACS if they banking is not a part of their business എന്നുള്ളതാണ് ആൻസർ. ഏതാണ്? 68 ഓപ്ഷൻ ബി ആണ്. ഇഫ് ദ ബാങ്കിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദെയർ ബിസിനസ്. ഓക്കെ, 69th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? ഏതാണ് ഓപ്ഷൻ വരുന്നത്? 69 ഓപ്ഷൻ സി CRAR ഈസ് ബിലോ 10% ആണ് അല്ലേ? എന്താണ് CRAR എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ആണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ 69 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 70th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വെൻ ഡിഡ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കെയിം എ ഷെഡ്യൂൾഡ് ബാങ്ക്? കേരള കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്?
70 ഓപ്ഷൻ എ ജൂലൈ 1966 ആണ്. ഓക്കെ, 70 വരുന്നത് ഓപ്ഷൻ എ ആണ്, ജൂലൈ 1966 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 71. ഓക്കെ, 71 ഈസ് ഹിയർ. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. From dash onwards, Kerala State Cooperative Bank and 13 District Cooperative Bank are functioning as a single entity with brand name Kerala Bank. അല്ലേ, കേരള ബാങ്കായി മാറിയത് എന്നാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സും യൂണൈറ്റ് ചെയ്ത് കേരള ബാങ്ക് ആയത് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? 71 ഓപ്ഷൻ സി ആണ്, നവംബർ 2019 ആണ് അല്ലേ, നവംബർ 2019. ഓക്കെ, 72 നോക്കാം നമുക്ക്. ദ ഓറഞ്ച് കളർ ഇൻ എ കോപ്പറേറ്റീവ് ഫ്ലാഗ്. എന്താണ് ഓറഞ്ച് കളർ ഡിനോട്ട് ചെയ്യുന്നത്? എന്തിനാണ്? ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്. ഏതാണ് ആൻസർ വരുന്നത്? 72 ബി ആണ്, ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ആണ് അല്ലേ, ഓറഞ്ച് കളർ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ്. ഓക്കെ, 73 നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് എ സ്പെഷ്യൽ ചാർജ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻ favor of a cooperative credit society by a mere declaration in writing by the borrower or securing the payment of money advanced by way of loan. എന്താണ് ആൻസർ വരുന്നത്? ഗഹാൻ ആണ് അല്ലേ, ഓപ്ഷൻ സി ആണ്, ഗഹാൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 74 കാണുന്നോടാ? ഓക്കെ, കാണാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് മെമ്പർ റൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 74-ാമത്തത്? എ ആണ്, എലക്ട് ആൻഡ് റിമൂവ് ദ പ്രസിഡന്റ്. എലക്ട് ആൻഡ് റിമൂവ് ദ പ്രസിഡന്റ് ഒരു മെമ്പറുടെ ബേസിക് റൈറ്റ് അല്ല. 74 വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 75th question is here. Which one of the following is not a Rockdale principle? Question വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 76ലേക്ക് പോവാം. ഓക്കെ, 76th question is here. Who defined the cooperation as something more than a system? It is a spirit which appeals to the heart and mind. It is the religion applied to business. It is a gospel of self-sufficiency and service. ആരാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? മാൽക്കം ഡാർലിംഗ് ആണ് അല്ലേ, മാൽക്കം ഡാർലിംഗിൻ്റെ ഡെഫിനിഷൻ ആണിത്. 76 വരുന്നത് ML ഡാർലിംഗ്, മാൽക്കം ഡാർലിംഗ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, 77 നോക്കാം നമുക്ക്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ള ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? DR ഗാഡ്ഗിൽ ആണ് അല്ലേ. അപ്പോൾ 77 ഓപ്ഷൻ ബി DR ഗാഡ്ഗിൽ ആണ്. ഓക്കെ, 78th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. The Dash Committee was appointed by the Planning Commission of India in 1990 to prepare a model cooperative bill. ഏത് കമ്മിറ്റിയാണ് മോഡൽ കോപ്പറേറ്റീവ് ബിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ ആണ്, ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയാണ്. ഓക്കെ, 78 വരുന്നത് ഓപ്ഷൻ എ ആണ്, ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. ഓക്കെ, 79th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഡാഷ് was established in 1963 for strengthening the cooperative activities. ഏതാണ് വരുന്നത്? 79 വരുന്നത് NCDC ആണ് അല്ലേ. എന്താണ് NCDC എന്ന് പറഞ്ഞാൽ? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് അല്ലേ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് NCDC. ഏത് ഓപ്ഷൻ വരുന്നത്? 79 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഓക്കെ, 80th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 80ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കേടാ, 80ാമത്തെ ചോദ്യം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡാഷ് ഈസ് എ യുണീക്ക് സ്കീം. ഓക്കേടാ, 80ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ഈസ് എ യുണീക്ക് സ്കീം അസിസ്റ്റഡ് ബൈ NCDC ഫോർ കോംപ്രഹെൻസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെലക്റ്റഡ് ഡിസ്ട്രിക്ട് ത്രൂ കോപ്പറേറ്റീവ് നെറ്റ്വർക്ക്. ഏതാണ് ആൻസർ വരുന്നത്? 80 സി ആണ് ആൻസർ വരുന്നത്. ഏതാണ്?
ICDP എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, എന്താ ICDP? എന്താ? ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അല്ലേ? ICDP പ്രോജക്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്? ആദ്യം ഇംഗ്ലീഷ് കഴിഞ്ഞു, GK കഴിഞ്ഞു, 20 നമ്മുടെ മാത്സ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, തൽക്കാലം സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് 20 എണ്ണം പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഇടവാങ്ങാണ്. പകരം 4 വരുന്നു നിങ്ങളുടെ സുനിത മിസ്. CSEBയുടെ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് സുനിത മിസ്സാണ് ഇനി ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ മിസ്സേ, അപ്പോൾ മിസ്സിനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. ഓക്കെ, ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ, ജനറൽ PSC, ഡിഗ്രി ലെവൽ PSC, LDC, LPST, UPST, HST, HSST, SSC, RRB, ബാങ്ക്, CSEB തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും കേട്ടറ്റ്, നെറ്റ്, സെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി എക്സാമുകൾക്കുമുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് എയ്സിൽ നിന്നും ഇത്രയും അധികം ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലെത്തുന്നത്? പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ്, ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, വിശാലമായ ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റി, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് എന്നിവ എയ്സിന്റെ മാത്രം പ്രത്യേകതകളാണ്. കൂടാതെ ടോപ്പിക് എക്സാംസ്, മോഡൽ എക്സാംസ്, OMR വാല്യുവേഷൻ എന്നിവയോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുകളും മോട്ടിവേഷൻ ക്ലാസുകളും. ഇനി സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും. ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ, ജനറൽ PSC, താങ്ക് യു മുഫീദ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എല്ലാവർക്കും? ആദ്യത്തെ ഒരു റിവ്യൂ നോക്കുമ്പോൾ സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ എന്താണ് വളരെ നിലവാരം പുലർത്തിയ ഒരു എക്സാം ആയിരുന്നു അല്ലേ ഇന്നത്തെ വന്നത്. സബ്ജക്റ്റിൽ നിന്നായാലും എന്താണ് ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നായാലും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്നത്തെ എക്സാമിന് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 80 ക്വസ്റ്റ്യൻ വരെ മുഫീദ ഡിസ്കസ് ചെയ്തു. നമുക്ക് 81ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The cabinet decided to implement a uniform software in all primary agriculture credit societies in Kerala and appointed dash as implementing agency. Okay, implementing agency അതായത് പാക്സിനുള്ള കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ആരെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഏജൻസി ആരായിരുന്നു? യെസ്, ഓപ്ഷൻ ബി എന്താണ്? ടാറ്റ കൺസൾട്ടൻസി സർവീസ് അല്ലേ? ഓപ്ഷൻ സി TCSനെയാണ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? യെസ്, പാക്സിലേക്കുള്ള കോമൺ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് 82 ക്വസ്റ്റ്യൻ നമ്പർ 82. Agriculture and Credit Review Committee is also known as എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ACRC കമ്മിറ്റി അല്ലേ? ആ ഓപ്ഷൻ നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താണ്? ഓപ്ഷൻ എ ഗുസ്രു കമ്മിറ്റി. എന്തായിരുന്നു? ഓപ്ഷൻ എ ഗുസ്രു കമ്മിറ്റി. നോക്കൂ, സ്വാമിനാഥൻ കമ്മിറ്റിയാണോ? അല്ല. ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയാണോ? അല്ല. നമുക്കറിയാം അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. എന്താണ് സ്വാമിനാഥൻ കമ്മിറ്റി റിലേറ്റഡ് ടു ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ? ബ്രഹ്മപ്രകാശ് കമ്മിറ്റി റിലേറ്റഡ് ടു മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ദെൻ ശിവരാമൻ കമ്മിറ്റിയോ? ശിവരാമൻ കമ്മിറ്റി റിലേറ്റഡ് ടു ട്രാഫിക് ആർട്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ആൻസറിലേക്ക് എത്താവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83 ക്വസ്റ്റ്യൻ നമ്പർ 83 അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ വാസ് ഫൗണ്ടഡ് ഇൻ ഡാഷ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഫൗണ്ട് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു വർഷം?
യെസ്, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 1970. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 1970 നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, അവരെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, കമ്മിറ്റി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഓഗസ്റ്റ് 1970. Then next question 84. FPOs cannot be registered under. FPO stands for എന്താ FPO എന്ന് പറഞ്ഞാൽ? ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, റൈറ്റ്? അപ്പോൾ FPOs ഏത് ഒരു പർട്ടിക്കുലർ ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ഏതാണ് ആക്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആക്ട്? യെസ്, ഈ FPOs കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സി ഓപ്ഷനിലും എന്താണ് FPOs എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ FPOs രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ആക്ട് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ആക്ട്. എന്തായിരുന്നു? പാർട്ട്ണർഷിപ്പ് ആക്ട്. ഓപ്ഷൻ ഡി, പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 85 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 85 അതൊരു കൊട്ടേഷനാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കൊട്ടേഷനാണ്. അപ്പോൾ അത് നോക്കൂ. കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് ദ ഫേമസ് സേയിങ് ഓഫ്. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്കത് പറയാൻ സാധിക്കും അല്ലേ? കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? യെസ്, ഗോർവാല കമ്മിറ്റിയാണ്. ഗോർവാല കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് എന്ത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലേ? ഓപ്ഷൻ എ. എന്താണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ കമ്മിറ്റിയുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ വളരെയധികം മാറ്റങ്ങൾ, റീഫോർമേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനായിരുന്നു ഗോർവാല കമ്മിറ്റി. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനായിരുന്നു എന്ത്? കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡ് എന്നുള്ളത്, റൈറ്റ്? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 86. Right, question number 86. Registrar shall examine whether the application for registration complies with the provisions of dash. അപ്പോൾ ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ അമെൻമെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ വളരെ ഡീപ്പായിട്ട് റൂൾസിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടിൽ വളരെയധികം ഡീപ്പ് നോളജ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. എന്തായിരുന്നു 86th ക്വസ്റ്റ്യൻ? രജിസ്ട്രാർ ഷാൾ എക്സാമിൻ whether the application for registration complies with the provisions of എന്തായിരുന്നു ആക്ട്? എന്തായിരുന്നു ആൻസർ? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആക്ട് ആൻഡ് റൂൾസ്. ഓപ്ഷൻ ഡി, ആക്ട് ആൻഡ് റൂൾസ്. എന്തായിരുന്നു? The registrar shall examine whether the application for registration shall complies the provisions of act and rules. അപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ? രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ നൽകണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന രജിസ്ട്രാർ സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ആക്ടിനും റൂൾസിനും വിധേയമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആക്ട് ആൻഡ് റൂൾസ്. ഇനി നെക്സ്റ്റ് 87th ക്വസ്റ്റ്യൻ. സെൻട്രൽ ഓർ എപെക്സ് സൊസൈറ്റി shall take a decision upon the application for affiliation within yes, option A 45 days ആണ് അല്ലേ? അമെൻമെൻറ്റിലെ ക്വസ്റ്റ്യൻ വന്നത് 2023 അമെൻമെൻറ്റ് പ്രകാരം എന്തായിരുന്നു? ഈ ഒരു അഫിലിയേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ അപെക്സ് സൊസൈറ്റി 45 ഡേയ്സിനുള്ളിൽ എടുത്തിരിക്കണം. ഓക്കെ, 45 ഡേയ്സിനുള്ളിൽ എന്തായിരിക്കണം? ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 45 ഡേയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88. That shall be the authorities involved in the amendment of bylaws. Okay,
ഒരു സൊസൈറ്റിയുടെ അമെൻമെൻറ്റ് ബൈലോ അമെൻമെൻറ്റുമായി ഇൻവോൾവ് ചെയ്യുന്ന അതോറിറ്റീസ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ്? യെസ്, ഓപ്ഷൻ ഡി ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ. ഓപ്ഷൻ ഡി ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ. Then next 89th question. Dash shall classify the society according to type. Dash shall classify the society according to type. Are societies classify cheya? Without any doubt we can say that arana. Yes, option B registrar. Arana option B registrar. നമുക്കറിയാം അല്ലേ, സെക്ഷൻ റൂൾ 15 ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. റൂൾ 15 സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. റൂൾ 15 പ്രകാരം ആരാണ് സൊസൈറ്റീസിനെ ടൈപ്പിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്? ആരാണ്? യെസ്, രജിസ്ട്രാർ ആണ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെക്സ്റ്റ് 90th ക്വസ്റ്റ്യൻ അല്ലേ? 90th ക്വസ്റ്റ്യൻ, 90ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 90ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 90th question. Appointment of new committee or administration is done as per section dash of KCS Act. അല്ലേ? അപ്പോൾ ഒരു കമ്മിറ്റി, എക്സിസ്റ്റിംഗ് കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയുടെ സ്ഥാനത്ത് ഒരു ന്യൂ കമ്മിറ്റിയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെയോ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പറയുന്ന സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു സെക്ഷൻ? ഏതായിരുന്നു? ഓപ്ഷൻ ബി 33. ഓപ്ഷൻ ബി 33 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി 33 പ്രകാരം, സെക്ഷൻ 33 പ്രകാരമാണ് എന്താണ് ഒരു കമ്മിറ്റിയുടെ സ്ഥാനത്ത് ന്യൂ കമ്മിറ്റിയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെയോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 91. If a society working on laws, it shall be reviewed in the meeting of. Okay. If a society working on laws, it shall be reviewed in the meeting of. Yes. എന്തായിരുന്നു ആൻസർ? സി ജനറൽ ബോഡി. അപ്പോൾ ഒരു സൊസൈറ്റി ലോസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ കുറിച്ചൊരു റിവ്യൂ, ആ ഒരു കാര്യം ലോസിനെ കുറിച്ചുള്ള റിവ്യൂസ് ഏത് മീറ്റിങ്ങിലാണ് ഡിസ്കസ് ചെയ്യുക? ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ ലോസ് റിക്കവർ ചെയ്യാനുള്ള ഡിസിഷൻസ് എല്ലാം കൈക്കൊള്ളുന്നത് ജനറൽ ബോഡി മീറ്റിങ്ങിലാണ്. റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ജനറൽ ബോഡി. നെക്സ്റ്റ് 92ാമത്തെ ക്വസ്റ്റ്യൻ. The registrar or any person authorized by him on this behalf may summon a meeting of the committee of the society as per section 30 subsection 4. 34 അല്ലേ? 34 അല്ല, 30 സെക്ഷൻ 30 സബ്സെക്ഷൻ 4 പ്രകാരമാണ് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്ത പേഴ്സണോ എന്ത് ചെയ്യാം? കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുള്ള അവകാശം. ഓക്കെ, സെക്ഷൻ 30 സബ്സെക്ഷൻ 4 പ്രകാരമാണ് ഒരു മീറ്റിംഗ് സമൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഫാക്ടേഴ്സ് ഉണ്ടാവും. സെക്ഷൻ 28 കമ്മിറ്റി ആണ് നമുക്കറിയാം. അപ്പോൾ ഈ 28 ഓപ്ഷൻ എന്താണ് ഉത്തരമാകാൻ അല്ലെങ്കിൽ ഉത്തരമായിട്ട് ഓപ്ഷൻ എ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ? 28 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. പക്ഷേ സെക്ഷൻ 30 സബ്സെക്ഷൻ 4 ഈ ഒരു മീറ്റിംഗ് സമ്മൺ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. റൈറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Yes, 93rd question is, dash shall direct the society to maintain such and such books from time to time. Dash shall direct the society to maintain such and such books from time to time. അപ്പോൾ സൊസൈറ്റിയെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഡയറക്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? അത് വിത്തൗട്ട് എനി ഡൗട്ട് ആർക്കാണുള്ളത്? യെസ്, ഓപ്ഷൻ എ രജിസ്ട്രാർ. ഓപ്ഷൻ എ രജിസ്ട്രാർ. റൈറ്റ്. ഈ നെക്സ്റ്റ് വരുന്നത് 94th ക്വസ്റ്റ്യൻ. 94ാമത്തെ ക്വസ്റ്റ്യൻ. If a committee willfully disobey the lawful orders of the registrar, that may be a reason for എന്തായിരുന്നു? ഇപ്പോൾ ഒരു കമ്മിറ്റി രജിസ്ട്രാറുടെ ഓർഡേഴ്സ് വിൽഫുള്ളി ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ, മനഃപൂർവ്വം ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കാം? അത് എന്തിനുള്ളൊരു കാരണമാണ്? യെസ്, കമ്മിറ്റി പിരിച്ചുവിടുന്നതിനുള്ളൊരു കാരണമാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ സൂപ്പർ സെഷൻ അല്ലേ? ഓപ്ഷൻ എ സൂപ്പർ സെഷൻ. അപ്പോൾ രജിസ്ട്രാറുടെ
ഓർഡേഴ്സ് ലോഫുൾ ഓർഡേഴ്സ് ഡിസൊബേ ചെയ്യാണ് ഒരു കമ്മിറ്റി എങ്കിൽ അത് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ, സൂപ്പർസെഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 95. അടുത്തത് 95th ക്വസ്റ്റ്യൻ അല്ലേ? 95ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 95ാമത്തെ ക്വസ്റ്റ്യൻ, among the board of directors of Kerala State Cooperative Bank, dash board members shall be elected by Class A members of the Kerala State Cooperative Bank. അപ്പോൾ ക്ലാസ് എ മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ഡി 15. എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ ഡി 15 ആണ്. ഓക്കെ, എത്രയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ എ ക്ലാസ് മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ? യെസ്, 15 ആണ്. ഓക്കെ, നെക്സ്റ്റ് 96th ക്വസ്റ്റ്യൻ. ഇനി നോക്കൂ 96ാമത്തെ ക്വസ്റ്റ്യൻ. The details of newly elected committee shall be sent to the registrar, financing bank and circle cooperative union by the dash of the society within a week of their taking charge. വളരെ ഡീപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ഒരിക്കലും അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. നോക്കൂ, the details of newly elected committee shall be sent to the registrar, financing bank and circle cooperative union by the dash of the society within a week of their taking charge. അപ്പോൾ പുതുതായിട്ട് എലക്ട് ചെയ്ത കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് രജിസ്ട്രാർക്ക്, ഫിനാൻസിങ് ബാങ്കിന്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് ആരാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ് സെൻഡ് ചെയ്യുക? യെസ്, അതിൻ്റെ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ എ, സെക്രട്ടറി. ഓക്കെ, ഓപ്ഷൻ എ, സെക്രട്ടറി ആണ് പുതുതായിട്ട് എലക്ട് ചെയ്ത കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത്. അടുത്തത് 97th ക്വസ്റ്റ്യൻ, 97ാമത്തെ ക്വസ്റ്റ്യൻ. റൂൾ 181 ഓഫ് KCS റൂൾസ് റെഫേഴ്സ് ടു. ഒരിക്കലും ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കില്ല അല്ലേ? 181ാമത്തെ റൂൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 181ാമത്തെ റൂള്, KCS റൂൾസിൽ 181ാമത്തെ റൂള് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്ഷൻസ് മാത്രം നമ്മൾ കവർ ചെയ്താൽ പോരാ, റൂൾസും നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് ചെയ്യാന്നല്ലാതെ 201 റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അതാണ് ഇതിനുള്ളൊരു എന്താണ് ഒരു ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ 110 സെക്ഷൻസ് മാത്രമല്ല 201 റൂൾസും നമ്മൾ ഫെമിലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. റൂൾ 181 ഓഫ് KCS റൂൾസ് റെഫേഴ്സ് ടു എന്തായിരുന്നു? ഓപ്ഷൻ ഡി, പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. ഓപ്ഷൻ ഡി, പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. റൈറ്റ്. നെക്സ്റ്റ് 98ാമത്തെ ക്വസ്റ്റ്യൻ. 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 98ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് എ സൊസൈറ്റി അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഡസ് നോട്ട് എൻറോൾ ടു ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, the registrar shall restrain that society from accepting deposit. Any violation of such order shall liable to be fine of rupees in case society ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ആ സൊസൈറ്റിയെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് രജിസ്ട്രാർ വിലക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഫൈൻ ഉണ്ട്. എന്താണ് ഫൈൻ? എത്ര രൂപയാണ് ഫൈന്? യെസ്, ഓപ്ഷൻ സി, 5000 rupees. എത്രയാണ് ഫൈന്? യെസ്, ഓപ്ഷൻ സി, 5000 rupees. നെക്സ്റ്റ് 99ാമത്തെ ക്വസ്റ്റ്യൻ. 99ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? യെസ്, ദ ഡാഷ് ഷാൾ ഗീവ് ലോൺസ് ടു നോൺ മെമ്പേഴ്സ് ഓൾസോ. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓൾ ഓഫ് ദീസ്.
ആരാണ് നോൺ മെമ്പേഴ്സിനും കൂടി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണ്? ഏതാണ് ഇതിൽ ഓപ്ഷൻ വരുന്നത്? യെസ്, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഓപ്ഷൻ സി. മറ്റ് പ്രൈമറി ലെവൽ സൊസൈറ്റീസ് എല്ലാം മെമ്പേഴ്സിന് മാത്രമാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അപെക്സ് സൊസൈറ്റിയാണ്. സോ ഇറ്റ് ഗീവ്സ് ലോൺസ് ടു നോൺ മെമ്പേഴ്സ് ഓൾസോ. നെക്സ്റ്റ് 100ാമത്തെ ക്വസ്റ്റ്യൻ. The audit of an industrial cooperative society shall be done by. The audit of an industrial cooperative society shall be done by. ആരാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് നടത്താൻ ചുമതലയുള്ളത് ആർക്കാണ്? DCAക്കാണ് അല്ലേ? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അപ്പോൾ സൊസൈറ്റീസിൻ്റെ കേസിൽ ഓഡിറ്റിംഗ് നടക്കുന്നത് DC ആണ്. DCAയുടെ സൂപ്പർവിഷനിലാണ് ഓഡിറ്റ് നടത്തുന്നത്. DCA ആണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓപ്ഷൻ എ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 101, 101ാമത്തെ ക്വസ്റ്റ്യൻ. The managing committee shall submit financial statement for audit within dash of its receipt. ഓഡിറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അമെൻമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പോൾ ഒരു ഓഡിറ്റിന് വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യും. അതാർക്ക് മുൻപാകെ സമർപ്പിക്കൂ? യെസ്, ആർക്ക് മുമ്പാകെ? മാനേജിങ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കും. അങ്ങനെ മാനേജിങ് കമ്മിറ്റി ആ ഒരു റിപ്പോർട്ട്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് അത് ഓഡിറ്റിങ്ങിന് വേണ്ടി ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര ദിവസത്തിനുള്ളിലാണ്? യെസ്, 15 ഡേയ്സിനുള്ളിലാണ്. 15 ഡേയ്സിനുള്ളിലാണ്. അപ്പോൾ അമെൻമെൻറ്റ് വന്നപ്പോഴുള്ള മാറ്റമാണത്. അത് ആദ്യം ഒരു 1 മന്ത് ആയിരുന്നു. ഇപ്പോൾ അത് 15 ഡേയ്സിനുള്ളിൽ മാനേജിംഗ് കമ്മിറ്റി ആർക്ക് അത് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, 15 ഡേയ്സ്. റൈറ്റ്. നെക്സ്റ്റ് 102ാമത്തെ ക്വസ്റ്റ്യൻ. Dash shall direct the societies to suspend an employee who indulge in any malpractice. Okay. Dash shall direct the society to suspend an employee who indulge in any malpractice. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്, സൊസൈറ്റിയോട് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? യെസ്, രജിസ്ട്രാർ ആണ് അല്ലേ? രജിസ്ട്രാർ. ഓപ്ഷൻ സി, രജിസ്ട്രാർ. റൈറ്റ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. 103ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഷാൽ ബി ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 3 years ആണ്. 3 years. ഓപ്ഷൻ സി, 3 years ആണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 3 വർഷത്തേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ 104ാമത്തെ ക്വസ്റ്റ്യൻ. Dash shall have power to make complaints before a court of law in respect of offences mentioned in subsection 2 to 7A of section 94. സെക്ഷൻ 94 ഒഫൻസസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സെക്ഷൻ 94 സബ്സെക്ഷൻ 2 മുതൽ 7A വരെ പറയുന്ന ഒഫൻസസ്, അതിൻ്റെ മുകളിൽ ഒരു കോർട്ട് ഓഫ് ലോയ്ക്ക് മുമ്പാകെ കേസ് ഫയൽ ചെയ്യാൻ അതോറിറ്റി ഉള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡാഷ് ഷാൽ ഹാവ് പവർ ടു മേക്ക് കംപ്ലയിൻറ്റ്സ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഇൻ റെസ്പെക്ട് ഓഫ് ഒഫൻസസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 2 to 7A ഓഫ് സെക്ഷൻ 94. ആർക്കാണ് പവർ? യെസ്, നമ്മൾ അത് രജിസ്ട്രാർക്ക് ആണ് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ രജിസ്ട്രാർക്ക് അല്ല. ആർക്കാണ് പവർ? വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A. അപ്പോൾ വിജിലൻസ് ഓഫീസർക്കാണ് പവർ ഉള്ളത്. ഓക്കെ, റൈറ്റ്. അടുത്തത് 105ാമത്തെ ക്വസ്റ്റ്യൻ. 105ാമത്തെ ക്വസ്റ്റ്യൻ. A society file an appeal against an order of registrar as per section
83. The fee for filing appeal shall be rupees. Fee for filing appeal shall be rupees. എത്രയാണ്? 83 പ്രകാരം അല്ലേ? ഓർഡർ ഓഫ് രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 83. രജിസ്ട്രാറിൻ്റെ ഓർഡർ അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ആണെന്ന് പറയുന്നു. അപ്പോൾ 83 എന്താണ് നമുക്കറിയാം. അപ്പോൾ എ സൊസൈറ്റി ഫയൽ ആൻ അപ്പീൽ എഗെയിൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 83. സെക്ഷൻ 83 പ്രകാരം സൊസൈറ്റിക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ എന്താണ് ഫീ എന്നുള്ളതാണ്. അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ ഉള്ള ഫീ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് ഫീ? യെസ്, ഫീ ഓപ്ഷൻ ബി 5000 rupees ആണ്. ഓക്കെ, ഓപ്ഷൻ ബി 5000. ഇനി 106ാമത്തെ ക്വസ്റ്റ്യൻ. 106ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സച്ച് എ സൊസൈറ്റി ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ ഒരു സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സച്ച് എ സൊസൈറ്റി ഷാൾ നോട്ട് ബി entitled to yes, protection offered as per section 106. Avail the state aid as per the act. Any privilege conferred on a cooperative society. Then D എന്താണ്? all of this. എന്താ ആൻസർ വരുന്നത്? D all of this. right. അടുത്തത് 107ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 107ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ്, ക്വസ്റ്റ്യൻ വന്നിട്ടില്ല അല്ലേ? 107ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 107ാമത്തെ ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ആർക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് സബ്മിറ്റ് ചെയ്യുന്നത്? അതിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? യെസ്, ഓപ്ഷൻ ഡി രജിസ്ട്രാർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, രജിസ്ട്രാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 107ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 107ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? യെസ്, ഓപ്ഷൻ ഡി രജിസ്ട്രാർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി രജിസ്ട്രാർ. നെക്സ്റ്റ് 108ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 108ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇഫ് ദ ട്രിബ്യൂണൽ ഓർഡേർഡ് ടു രജിസ്റ്റർ ആൻ അപ്പീൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ ഇറ്റ് വിത്ത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് ദ ട്രിബ്യൂണൽ ഓർഡേർഡ് ടു രജിസ്റ്റർ ആൻ അപ്പീൽ ദ സെക്രട്ടറി ഷാൾ രജിസ്റ്റർ ഇറ്റ് വിത്തിൻ സെക്രട്ടറി അത് എത്ര ടൈം ലിമിറ്റിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? യെസ്, 7 daysനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി 7 days. നെക്സ്റ്റ് 109ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് ദ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ സൊസൈറ്റി. Dash shall not be a member of the disciplinary subcommittee constituted in a society. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരായിരിക്കും? യെസ്, ഓപ്ഷൻ ഡി ഗവൺമെൻറ് നോമിനീസ്. ഓപ്ഷൻ ഡി ഗവൺമെൻറ്
nominees. Next, 110th question. 110th question. Audit fee of a primary consumer cooperative society is calculated on the basis of. Audit fee of a പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ ബേസിലാണ്? യെസ്, ഓപ്ഷൻ സി, സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ്. അപ്പോൾ സൊസൈറ്റിയുടെ സെയിൽ പ്രൊസീഡ്സിൻ്റെ ബേസിസിലാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സെയിൽ പ്രൊസീഡ്സ്. ഓപ്ഷൻ സി, സെയിൽ പ്രൊസീഡ്സ്. അടുത്തത് 111th ക്വസ്റ്റ്യൻ. 111th ക്വസ്റ്റ്യൻ അക്കൗണ്ടൻസി ആണ് അല്ലേ. അപ്പോൾ എന്താണ് നോക്കൂ, 111th ക്വസ്റ്റ്യൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്? യെസ്, ഏതായിരുന്നു? റവന്യൂ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. റവന്യൂ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 112th ക്വസ്റ്റ്യൻ. മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ബൈ ദ അക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റി ഈസ് കോൾഡ്. ബിഫോർ മെച്യൂരിറ്റിയിൽ ഒരു ബിൽ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? റിട്ടയറിംഗ് ഓഫ് ബിൽ. എന്തായിരുന്നു? ഓപ്ഷൻ ബി, റിട്ടയറിംഗ് ഓഫ് ബിൽ. റിട്ടയറിംഗ് ഓഫ് ബിൽ. നെക്സ്റ്റ് 113th ക്വസ്റ്റ്യൻ. Goods purchase rupees 1 lakh, sales rupees 90,000, margin of profit 20 on cost, 20% on cost, then closing stock will be. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലേ. എങ്ങനെയാണ് ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക? ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഗുഡ്സ് പർച്ചേസ്ഡ് 1 lakh, സെയിൽസ് 90,000, മാർജിൻ ഓഫ് പ്രോഫിറ്റ് 20% ഓൺ കോസ്റ്റ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? യെസ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. ഓപ്ഷൻ സി, 25,000. ഓപ്ഷൻ സി, 25,000. ഇനി 114th ക്വസ്റ്റ്യൻ. 114th ക്വസ്റ്റ്യൻ. അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ ദ പർപ്പസ് ഓഫ്. അസറ്റ്സ്, ഒരു ബിസിനസ്സിൽ അസറ്റ്സ് ഹെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ ദ പർപ്പസ് ഓഫ്. എന്തിനാണ്? യെസ്, ക്വസ്റ്റ്യൻ കാണുന്നില്ല അല്ലേ. യെസ്, yes, assets are held in the business for the purpose of. എന്തിനു വേണ്ടിയിട്ടാ? സിംപ്ലി ഏർണിംഗ് റവന്യൂ അല്ലേ. റവന്യൂ ഏൺ ചെയ്യാനാണ് ഒരു ബിസിനസ്സിൽ അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യെസ്, ഓപ്ഷൻ സി, ഏർണിംഗ് റവന്യൂ. ഇനി നെക്സ്റ്റ് 115th ക്വസ്റ്റ്യൻ. അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് റിസീപ്റ്റ്. admission fee received by a cooperative society is dash receipt. അപ്പോൾ ഒരു സൊസൈറ്റി റിസീവ് ചെയ്യുന്ന അഡ്മിഷൻ ഫീ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? യെസ്, റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ്? റവന്യൂ റെസിപ്റ്റ്. 115th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി, റവന്യൂ. നെക്സ്റ്റ് 116th ക്വസ്റ്റ്യൻ. 116th ക്വസ്റ്റ്യൻ. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു. In the books of consignee, the profit on consignment will be transferred to. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. റൈറ്റ്, ഓപ്ഷൻ ബി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് 117th ക്വസ്റ്റ്യൻ അല്ലേ. 117th ക്വസ്റ്റ്യൻ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? ഫ്ലക്ച്വേറ്റ് വിത്ത് വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ. റിമെയിൻസ് ഫിക്സഡ് ആണോ? വേരിയബിൾ കോസ്റ്റ് ആണ്. റിമെയിൻസ് ഫിക്സഡ് അല്ല, ഫിക്സഡ് കോസ്റ്റ് അല്ല അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഫ്ലക്ച്വേറ്റ് വിത്ത് വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ.
ദെൻ പ്രൊഡക്ഷൻ അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 117 117ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത് 118ാമത്തെ ക്വസ്റ്റ്യൻ. 118ാമത്തെ ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണ്? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് സോഴ്സ് ഓഫ് ഫണ്ടാണോ, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണോ, നോ ഫ്ലോ ഓഫ് ഫണ്ടാണോ, അവിടെയുള്ളത് ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണോ? യെസ്, ആൻസർ എന്താണ്? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് സോഴ്സ് ഓഫ് ഫണ്ട് അല്ലേ, സോഴ്സ് ഓഫ് ഫണ്ട്. നമ്മൾ നമ്മുടെ കൈവശമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യാണ്, സോ നമുക്ക് അതിനുള്ള എമൗണ്ട് റിസീവ് ചെയ്യും, സോ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, സോഴ്സ് ഓഫ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 119ാമത്തെ ക്വസ്റ്റ്യൻ. 119ാമത്തെ ക്വസ്റ്റ്യൻ, പീരിയഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ്, ഒരു ഫിക്സഡ് പീരിയഡിലേക്കുള്ള കോസ്റ്റിനെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, ഫിക്സഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. യെസ്, ഓപ്ഷൻ എ, ഫിക്സഡ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 120ാമത്തെ ക്വസ്റ്റ്യൻ, ലോൺ ലെഡ്ജർ kept in a cooperative society is a സ്പെഷ്യൽ ലെഡ്ജർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോൺ ലെഡ്ജർ എന്താണ്? ഒരു സ്പെഷ്യൽ ലെഡ്ജറാണ്. അപ്പോൾ 120ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സ്പെഷ്യൽ ലെഡ്ജർ. അടുത്തത് 121ാമത്തെ ക്വസ്റ്റ്യൻ. 121, an automobile service unit uses dash costing method. എന്താണ്? an automobile service unit uses dash costing method. ഒരു ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, ജോബ് കോസ്റ്റിംഗ് മെത്തേഡാണ് ഒരു ഓട്ടോമൊബൈൽ യൂണിറ്റ് സർവീസ് യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് 122ാമത്തെ ക്വസ്റ്റ്യൻ. 122ാമത്തെ ക്വസ്റ്റ്യൻ, വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് ഈസ് കോൾഡ്. ഇതാണ് കണ്ണടച്ച് പറയാം അല്ലേ, വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ ബേസിൽ വേജസ് പേ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുക? പീസ് റേറ്റ് സിസ്റ്റം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, ഓപ്ഷൻ എ, പീസ് റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 123 അല്ലേ. 123ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ്. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ്. ഏത് ബാലൻസ് ആണ്? യെസ്, ഏത് ബാലൻസ് ആണ് കാണിക്കുന്നത്? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ആകാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആകാം. അപ്പോൾ ഒരു ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 124ാമത്തെ ക്വസ്റ്റ്യൻ. 124, ക്വസ്റ്റ്യൻ നമ്പർ 124. ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ on which of the assets the depletion method is followed. Okay, for charging depreciation on which of the assets the depletion method is followed. അപ്പോൾ ഏത് അസറ്റ്സിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഏത് അസറ്റ്സിൻ്റെ കേസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിപ്ലീഷൻ വരുന്നത് എവിടെയാണ്? മൈൻസ് ആൻഡ് ക്വാറീസിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, മൈൻസ് ആൻഡ് ക്വാറീസ്. മൈൻസ് ആൻഡ് ക്വാറീസ്. യെസ്. അടുത്തത് 125ാമത്തെ ക്വസ്റ്റ്യൻ. 125ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് വിൽ നോട്ട് റിവീൽഡ് ബൈ ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറേഴ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, പാർഷ്യൽ ഒമിഷൻ, റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്, റോങ് ടോട്ടലിംഗ് ഓഫ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പാർഷ്യൽ ഒമിഷൻ എന്താണ്? ഈ ഒരു
ട്രയൽ ബാലൻസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? അത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ദെൻ റോങ് ബാലൻസിങ് എഫക്റ്റ് ചെയ്യും. റോങ് ടോട്ടലിംഗ് ഓൾസോ എഫക്റ്റഡ് ഇൻ ദ ട്രയൽ ബാലൻസ്. അപ്പോൾ എഫക്റ്റ് ചെയ്യാത്തത് ഏതാണ്? എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ് ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത ഒരു എറർ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഓപ്ഷൻ എ. അടുത്ത് നോക്കൂ, 126ാമത്തെ ക്വസ്റ്റ്യൻ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് റേഷ്യോ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് റേഷ്യോ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അതർവൈസ് നോൺ ആസ് എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ആണോ? അല്ല. നെറ്റ് പ്രോഫിറ്റ് ആണോ? അല്ല. അവിടെ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ദെൻ ടേൺ ഓവർ ഒട്ടുമല്ല അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ സി. നൂറ്റി 129ാമത്തെ ക്വസ്റ്റ്യൻ. നൂറ്റി 129 അല്ലല്ലോ, 127 അല്ലേ? യെസ്, 127ാമത്തെ ക്വസ്റ്റ്യൻ. അൺകോൾഡ് ക്യാപിറ്റൽ മീൻസ് ഡാഷ് ക്യാപിറ്റൽ. ഏതാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണോ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണോ? റിസർവ് ക്യാപിറ്റൽ? നൺ ഓഫ് ദിസ്. ഏതാണ്? അൺകോൾഡ് ക്യാപിറ്റൽ. എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എല്ലാം നമുക്കറിയാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എല്ലാം നമുക്കറിയാം. അപ്പോൾ ഏതായിരിക്കും? റിസർവ് ക്യാപിറ്റൽ. അതായത് കമ്പനിയുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ കോൾ അപ്പ് ചെയ്യാത്ത ക്യാപിറ്റലാണ് എന്ത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഡ്യൂറിങ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് അല്ലേ? കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം കോൾ ഫോർ ചെയ്യുന്ന ക്യാപിറ്റലാണ് എന്ത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിസർവ് ക്യാപിറ്റലാണ്. ഓപ്ഷൻ സി. അടുത്തത് 128ാമത്തെ ക്വസ്റ്റ്യൻ. 128ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഇങ്ങനെയാണ്: ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഓപ്ഷൻ എ, ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ്. അടുത്തത് 129ാമത്തെ ക്വസ്റ്റ്യൻ. 129ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് എക്സാമ്പിൾ അല്ലാത്ത ഐറ്റം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾ അല്ലാത്തത് അല്ലേ? ഇൻഡയറക്റ്റ് ഇംപ്ലൈഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ സി, ഡിപ്രീസിയേഷൻ ആണ്. ഓപ്ഷൻ സി, ഡിപ്രീസിയേഷൻ. ഇനി അടുത്ത് നോക്കൂ, 130ാമത്തെ ക്വസ്റ്റ്യൻ. നൂറ്റിമുപ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വെൻ ഡ്രോയിങ് എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, if you start with a debit balance as per the bank statement, the unpresent check should be unpresent check. എന്ത് ചെയ്യണം? ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡ്രോ ചെയ്യുന്ന സമയത്ത് if you start with a debit balance as per the bank statement, the unpresent check should be added. Option B എന്താണ്? added. 130 ഓപ്ഷൻ ബി, added. അൺപ്രസൻറ്റ് ചെക്ക് എന്ത് ചെയ്യണം? അൺപ്രസൻറ്റ് ചെക്ക് എമൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 131ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പർച്ചേസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് എന്ത് ചെയ്യണം? പർച്ചേസ്
കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. എന്തായിരിക്കും തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് 58,000, ക്ലോസിംഗ് സ്റ്റോക്ക് 60,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 8,07,000. അപ്പോൾ ഇതിന്ന് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ ഈസിയാണ്. എത്ര ആൻസർ വന്നിട്ടുള്ളത്? യെസ്, 8,09,000. ഓപ്പണിംഗ് സ്റ്റോക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? യെസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 8,09,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പർച്ചേസ് എത്രയാണ്? പർച്ചേസ് 8,09,000. അപ്പോൾ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 132ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് കൺസൈനി ഈസ് എ ഡെൽ ക്രെഡിറ്റർ ഏജന്റ്, consignee will debit the bad debt amount to dash account. അപ്പോൾ if consignee is a dull creditor agent, consignee will debit the bad debt amount to dash account. ഏത് അക്കൗണ്ടിലാ? കമ്മീഷൻ ഏൺഡ്. ഓപ്ഷൻ സി കമ്മീഷൻ ഏൺഡ്. ഓക്കെ, ഓപ്ഷൻ സി കമ്മീഷൻ ഏൺഡ്. അടുത്ത ക്വസ്റ്റ്യൻ 133ാമത്തെ ക്വസ്റ്റ്യൻ. 133ാമത്തെ ക്വസ്റ്റ്യൻ. Under which circumstances drawer and payee will be the same person? അപ്പോൾ ഡ്രോയറും പേയും സെയിം പേഴ്സൺ ആയി വരുന്ന സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ഓപ്ഷൻ? വെൻ ഡ്രോയർ എൻട്രോസസ് ദ ബിൽ ടു ഇറ്റ്സ് ക്രെഡിറ്റർ, വെൻ ദ ഡ്രോയർ ഡിസ്കൗണ്ട്സ് ദ ബിൽ, വെൻ ദ ഡ്രോയർ റീറ്റെയിൻ ദ ബിൽ ടിൽ മെച്യൂരിറ്റി, when the drawer send the bill for collection. അപ്പോൾ ഏതാ ആൻസർ? when the drawer retain the bill till maturity. when the drawer retain the bill till maturity. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 134ാമത്തെ ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് യെസ് ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഏതൊക്കെയാണോ? പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ്, പ്രൈം കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, ദെൻ വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, ദെൻ പ്രൈം കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർ ഹെഡ്. എന്താ ആൻസർ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ്. ഓപ്ഷൻ എ. പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഇസ് എന്താണ്? ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 അല്ലേ. 2:1. അടുത്തത് 136ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഫോർ വിച്ച് ഓഫ് ദ ഫങ്ഷൻ ഓഫ് ദ ബാങ്ക് KYC norms are applicable? For which of the function of the bank KYC norms are applicable? അല്ലേ. എന്തായിരുന്നു ആൻസർ? ഫോർ ഓപ്പണിംഗ് ആൻഡ് ന്യൂ അക്കൗണ്ട്, ഫോർ ഗീവിംഗ് ലോൺസ് ടു ന്യൂ അക്കൗണ്ട്സ്, ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് NPA അക്കൗണ്ട്സ്, ഫോർ സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി വെരിഫിക്കേഷൻ. അപ്പോൾ KYC നോംസ് അപ്ലിക്കബിൾ ആവുന്നത് ഏത് കേസിലാണ്? ഓപ്ഷൻ എ. ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ്. ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ് അല്ലേ. ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ്. ഓപ്ഷൻ എ. അടുത്തത് 137ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ KYC AML guidelines, what is the minimum retention period for transaction records? അപ്പോൾ KYC AML ഗൈഡ്ലൈൻസ് പ്രകാരം ബിസിനസ്സിൽ അല്ലെ ബാങ്കിൽ മിനിമം പീരിയഡ് എത്രയാണ്? അതായത് ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുള്ള മിനിമം പീരിയഡ് എത്രയാണ്, റിറ്റൻഷൻ പീരിയഡ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു മിനിമം റിറ്റൻഷൻ പീരിയഡ് ഫോർ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ്? ആൻസർ ഓപ്ഷൻ ഡി 5 years. എത്രയായിരുന്നു? ഓപ്ഷൻ ഡി 5 years ആണ്. അടുത്തത് 138ാമത്തെ ക്വസ്റ്റ്യൻ. 138ാമത്തെ ക്വസ്റ്റ്യൻ. മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ്. മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ്, മെച്യൂർഡ് ആയിട്ടുള്ള ടേം ഡെപ്പോസിറ്റിനെ എന്തായിട്ടാണ്
കൺസിഡർ ചെയ്യുന്നത്. എന്തായിട്ടാണ്? ടേം ഡെപ്പോസിറ്റ് അല്ലാതെ നമുക്ക് മനസ്സിലായി അല്ലേ. അടുത്തത് ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ്, കണ്ടീൻജൻറ്റ് ലയബിലിറ്റി. ഇറ്റ്സ് ഓൺലി എ ലയബിലിറ്റി ഹാവിങ് നോ ക്ലാസിഫിക്കേഷൻ ആസ് സച്ച്. അപ്പോൾ അങ്ങനെയാണോ? ഏതാണ്? യെസ്. മെച്യൂർഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്തായി? മെച്യൂർഡ് ഡെപ്പോസിറ്റ് ആയ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻ്റ് ആയി. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അറ്റ് എനി ടൈം ഡിമാൻഡ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്തിരിക്കണം? കസ്റ്റമർക്ക് നൽകിയിരിക്കണം അല്ലേ. അപ്പോൾ ടേം ഡെപ്പോസിറ്റ് മെച്യൂർഡ് ആയിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 139ാമത്തെ ക്വസ്റ്റ്യൻ. Which type of endorsement allows the endorser to convert it to a specific payee later? Which type of endorsement allows the endorser to convert it to a specific payee later? ഏത് ടൈപ്പ് എൻഡോഴ്സ്മെൻ്റ് ആണ്? യെസ്, എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ. ഓപ്ഷൻ ബി എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ. Endorsement in full. അടുത്ത ക്വസ്റ്റ്യൻ 140ാമത്തെ ക്വസ്റ്റ്യൻ. 140ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്സ്? അപ്പോൾ ചെക്ക് കളക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെക്ക് കളക്ഷൻ്റെ കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Okay, what is the relationship of bank and customer in case of collection of checks? എന്താണ്? ഡൗട്ടുമില്ല അല്ലേ. ഓപ്ഷൻ ഡി ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ. ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ. അപ്പോൾ ബാങ്ക് ഈ ചെക്ക് കളക്ഷനുമായി ബന്ധപ്പെട്ട് കസ്റ്റമറിൻ്റെ ഏജൻ്റ് ആയിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ് ഓപ്ഷൻ ഡി. യെസ്. 141ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തത്. 141ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ ചെക്ക് ഈസ് ക്ലോസ്ഡ് ആസ് അക്കൗണ്ട് പേയേ ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ടു. അപ്പോൾ ഒരു ചെക്ക് അക്കൗണ്ട് പേയി എന്ന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് പേയി ക്ലോസ്ഡ് ചെക്ക് ആണെങ്കിൽ അത് എന്താണ് അതിലെ ഡയറക്ഷൻ, എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആർക്കൊക്കെയാണ് അതിലെ ഡയറക്ഷൻസ് വരുന്നത്? ആർക്കൊക്കെയാണ്? യെസ്, അത് ഇപ്പോൾ അക്കൗണ്ട് പേ ചെക്ക് ആണെങ്കിൽ അക്കൗണ്ട് ത്രൂ മാത്രമേ ആ ഒരു പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ ആർക്കൊക്കെ ബാധകമാണ്? യെസ്, ആർക്കൊക്കെ ബാധകമാണ്? ഡ്രോയർക്ക് ബാധകമാണ്, പേയിങ് ആൻഡ് കളക്റ്റിംഗ് ബാങ്കർക്കും ബാധകമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡ്രോയർ, പേയിങ് ആൻഡ് കളക്റ്റിംഗ് ബാങ്ക്സ്. ഓപ്ഷൻ ഡി. അടുത്തത് 142ാമത്തെ ക്വസ്റ്റ്യൻ. 142ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാങ്കിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇൻ ഫോംസ് ഓഫ് റിവൈസ്ഡ് KYC ഗൈഡ്ലൈൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ the following is not an officially valid document, OVD, officially valid document for name and address proof of the customer. അപ്പോൾ അപ്ഡേറ്റഡ് KYC ഗൈഡ്ലൈൻസ് പ്രകാരം, RBIയുടെ KYC ഗൈഡ്ലൈൻസ് പ്രകാരം ഏതാണ് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കാത്തത്? എന്തിനുള്ള ഡോക്യുമെൻ്റ്? ഫോർ നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറിൻ്റെ നെയിം അഡ്രസ് പ്രൂഫിനുള്ള ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കാത്ത ഡോക്യുമെൻ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ്? അഡ്രസ് ആൻഡ് നെയിം ആൻഡ് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ കാർഡ്, അതായത് പാൻ കാർഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട്, എന്താണ്, ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ സി, പാൻ കാർഡ്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ കാർഡ്. ഓപ്ഷൻ സി. യെസ്. ഇനി നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? 143ാമത്തെ ക്വസ്റ്റ്യൻ. 143ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇസ് അപ്പോയിൻറ്റഡ് ബൈ. ബാങ്കിങ് ഓംബുഡ്സ്മാനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? യെസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ, റിസർവ് ബാങ്ക്, RBI ആണ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ 144ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ RBI? DEAF അല്ലേ? DEAF. ഈ അക്കൗണ്ടിൻ്റെ ഫുൾ DEAF, ഈ അക്കൗണ്ട്
ഫുൾ ഫോമാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട്. ഓപ്ഷൻ സി, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട് അക്കൗണ്ടാണ് ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 145ാമത്തെ ക്വസ്റ്റ്യൻ, 145th ക്വസ്റ്റ്യൻ. എന്താണ്? പ്രോമിസറി നോട്ട് വിച്ച് ഈസ് പേയബിൾ ആഫ്റ്റർ എ സർട്ടൻ പ്രീ ഡിസൈഡഡ് പീരിയഡ് ഇസ് കോൾഡ്. അതായത് ഒരു സെർട്ടൻ പ്രീ ഡിസൈഡഡ് പീരിയഡിന് ശേഷം പേ ചെയ്യുന്ന പ്രോമിസറി നോട്ടിനെ പറയുന്ന പേരാണ് യൂസൻസ് പ്രോമിസറി നോട്ട്. ടൈം ബിൽ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ യൂസൻസ് പ്രോമിസറി നോട്ട്. ഓപ്ഷൻ എ, യൂസൻസ് പ്രോമിസറി നോട്ട്. ഇറ്റ് ഈസ് പേയബിൾ ആഫ്റ്റർ എ സെർട്ടൻ പീരിയഡ് ഓഫ് ടൈം. ഒരു ഫിക്സഡ് പീരിയഡിന് ശേഷമാണ് ഇത്തരം പ്രോമിസറി നോട്ട്സ് പേ ചെയ്യേണ്ടത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, യൂസൻസ് പ്രോമിസറി നോട്ട്. അടുത്തത് 146ാമത്തെ ക്വസ്റ്റ്യൻ. നോമിനേഷൻ ഈസ് അലൗഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ്. നോമിനേഷൻ അലോ ചെയ്തത് താഴെ പറയുന്ന ഏത് അക്കൗണ്ടിൻ്റെ കേസിലാണ് നോമിനേഷൻ അലോ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ? അക്കൗണ്ട് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, മൈനർ സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ട് ഓഫ് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം, ഓൾ ഓഫ് ദ എബവ്. നോമിനേഷൻ ജനറലി അക്സെപ്റ്റ് ചെയ്യുന്നത് അലോ ചെയ്യുന്നത് ഏതിൻ്റെ കേസിലാണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിൻ്റെ കേസിലാണ്. അപ്പോൾ ഈ കേസിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആരാണ്? മൈനർ സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ട്, ഓപ്ഷൻ ബി. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, മൈനർ സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ട്. മൈനേഴ്സ് സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ട്, ഓപ്ഷൻ ബി. അടുത്തത്, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഇസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. അപ്പോൾ NI ആക്ടിൽ ഏത് സെക്ഷനിലാണ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഇസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 10. സെക്ഷൻ 10ലാണ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സി, സെക്ഷൻ 10. ഓക്കെ, അടുത്തത് 150ാമത്തെ ക്വസ്റ്റ്യൻ. 150ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 150ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റീരിയൽ ആൾട്രേഷൻ. അപ്പോൾ മെറ്റീരിയൽ ആൾട്രേഷന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു മെറ്റീരിയൽ ആൾട്രേഷൻ? സോറി, നമ്മുടെ 150ാമത്തെ ക്വസ്റ്റ്യൻ അല്ലല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 148ാമത്തെ ക്വസ്റ്റ്യൻ. 148ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റീരിയൽ ആൾട്രേഷൻ. മെറ്റീരിയൽ ആൾട്രേഷൻ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? ചേഞ്ചിങ് ഫ്രം ബെയറർ ടു ഓർഡർ ഇൻ എ ചെക്ക്, കൺവേർട്ടിംഗ് ജനറൽ ക്ലോസിംഗ് ടു സ്പെഷ്യൽ ക്ലോസിംഗ്, then conversion of endorsement in blank to endorsement in full, then D, ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബെയറർ ഇൻ എ ചെക്ക്. അപ്പോൾ ഏതാണ് ഇതിൽ മെറ്റീരിയൽ ആൾട്രേഷൻ ആയിട്ട് കണക്കാക്കുന്നത്? ഓപ്ഷൻ സി, കൺവേർഷൻ ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ എ ബ്ലാങ്ക് ടു എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ. അപ്പോൾ ഒരു ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ഫുൾ എൻഡോഴ്സ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ മെറ്റീരിയൽ ആൾട്രേഷൻ ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, റൈറ്റ്. ഇനി അടുത്തത് 149ാമത്തെ ക്വസ്റ്റ്യൻ. 149ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ എക്സ് ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് ഇൻസോൾവെൻറ്റ്. We will allow the following debit or credit to the current account in his name. അപ്പോൾ മിസ്റ്റർ എക്സ് ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് ഇൻസോൾവെൻറ്റ്. He will allow the following debit or credit to the current account in his name. ഓപ്ഷൻസ് നോക്കൂ. Option A, credit of ₹5,000 made by Mr. Y. Then payment of check transferring the account to official reserves account. Option C, payment of check signed by him on a date prior to the date of filing of insolvency petition. അപ്പോൾ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൽ അലോ ചെയ്യുന്നത് ഏത് മാത്രമാണ്?
എ ആൻഡ് ബി. അപ്പോൾ മിസ്റ്റർ എക്സ് അഡ്ജേർജ് ചെയ്തു, ഇൻസോൾവൻ്റ് ആയിട്ട് അഡ്ജുഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് അലോ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി എയും ആൻഡ് ബി. ഫസ്റ്റ് എ കേസ് ബി കേസ് മാത്രമാണ് അലോ ചെയ്യുക. അതായത് അദ്ദേഹത്തിന് ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്താണ് ഒരു അത് പ്രീ ഡേറ്റിൽ, അതായത് ഇൻസോൾവെൻറ്റിന് മുമ്പ് അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും വാലിഡ് അല്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, അലോ ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ ആൻഡ് ബി ഓൺലി വിൽ ബി അലൗഡ്. ഓക്കെ, അടുത്ത് നോക്കൂ. അടുത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 150 അല്ലേ, 150ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇഷ്യൂയിങ് സ്റ്റോപ്പിംഗ് പേയ്മെൻറ്റ് ഓൺ എ ചെക്ക്, ഹൂ ക്യാൻ ഇനീഷ്യേറ്റ് ദിസ് ആക്ഷൻ ഇൻ ആൻ ഐദർ ഓർ സർവൈവർ അക്കൗണ്ട്? ഐദർ ഓർ സർവൈവർ അക്കൗണ്ടിൻ്റെ കേസിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇഷ്യൂയിങ് സ്റ്റോപ്പിംഗ് പേയ്മെൻറ്റ് ഓൺ എ ചെക്ക്, who can initiate this action in an either or survivor account? അപ്പോൾ അതിൽ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ള ഇതൊക്കെയാണ്. ഓൺലി ദ സർവൈവർ അക്കൗണ്ട് ഹോൾഡർ. ഓപ്ഷൻ ബി എന്താണ്? എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഓപ്ഷൻ സി എ തേർഡ് പാർട്ടി അറ്റോർണി. ഓപ്ഷൻ ഡി ദ പേഴ്സൺ ഹു ഇഷ്യൂഡ് ദ ചെക്ക്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ. അപ്പോൾ എന്താണ് ഐദർ ഓർ സർവൈവർ അക്കൗണ്ട്. അപ്പോൾ അതിൽ ഏത് അക്കൗണ്ട് ഹോൾഡറിനും എന്ത് ചെയ്യാം, ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ 150ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഓക്കെ, ആൻസർ ഈസ് എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്. അടുത്തത് 151ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോഴ്സ്ഡ് ഇൻ ബ്ലാങ്ക്, വാട്ട് ഈസ് ദ റിസൾട്ട്? ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബ്ലാങ്ക് എൻഡോഴ്സ് ചെയ്തു, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഓപ്ഷൻ എ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ലേറ്റർ, ദെൻ ഇറ്റ് റിമെയിൻസ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി. ഓപ്ഷൻ സി എന്താണ്? ഇറ്റ് ബിക്കം പേയബിൾ ടു ബെയറർ, ദെൻ ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ. എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്? ഇഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോഴ്സ്ഡ് ഇൻ ബ്ലാങ്ക്, what is the result? The result is it becomes payable to bearer. It becomes payable to bearer. That is option C. Option C. Then 152ാമത്തെ question. What is the role of Finance Secretary, Government of India in relation to currency issuance? അപ്പോൾ കറൻസി ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിനാൻസ് സെക്രട്ടറി എന്താ ചെയ്യണതിൽ? യെസ്, എന്തൊക്കെയായിരുന്നു ഓപ്ഷൻ? സൈനിങ് ₹1 കറൻസി നോട്ട്. ദെൻ ഓപ്ഷൻ ബി ഓവർസീയിങ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾഡ് നോട്ട്സ്. ദെൻ ഓപ്ഷൻ സി എന്താണ്? സൈനിങ് കറൻസി നോട്ട്സ് ഓഫ് ₹1, ₹2 ആൻഡ് ₹5. അടുത്തത് എന്താ പറയുന്നത്? ഡിറ്റർമൈനിങ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ്. അപ്പോൾ ഇത് തന്നെ നമുക്കറിയാം അല്ലേ, ഫിനാൻസ് മിനിസ്ട്രിയാണ് ₹1 നോട്ട്സ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ കറൻസി ഇഷ്യൂവൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, സൈനിങ് ₹1 കറൻസി നോട്ട്സ്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 153ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ കറൻസി നോട്ട്സ് ഡിഫറെൻറ്റ് images are incorporated. ₹500 notes have motif of red fort on the reverse depicting the country's cultural heritage, the motif of which cultural heritage is seen in the reverse of ₹200. വളരെ സിമ്പിളായിട്ട് 200 റുപ്പീസ് നോട്ടിൻ്റെ അതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള പിക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ മതി. അവരിങ്ങോട്ട് വളഞ്ഞ് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു 200 റുപ്പീസിൽ നമ്മൾ എന്താ കാണുക? യെസ്, ഓപ്ഷൻ ബി സാഞ്ചി സ്തൂപ. ഓക്കെ, ഓപ്ഷൻ ബി സാഞ്ചി സ്തൂപ.
അടുത്ത ക്വസ്റ്റ്യൻ 154ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 154ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓർഡർ ടേക്സ് precedence when a garnishee order and an attachment order are received simultaneously? ഒരു ഗാർണിഷി ഓർഡറും അറ്റാച്ച്മെൻറ്റ് ഓർഡറും സൈമിൾട്ടേനിയസ്ലി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരേ സമയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഓർഡറിനാണ് പ്രിസിഡൻസ്, മുൻഗണന, അല്ലെങ്കിൽ ഏത് ഓർഡറിനാണ് പ്രിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഏത് ഓർഡറാണ് ആദ്യം നടപ്പാക്കുക എന്നുള്ളത്. ഏത് ഓർഡറാണ്? ദ ലേറ്റസ്റ്റ് ഓർഡർ റിസീവ്ഡ് ടേക്സ് പ്രിസിഡൻസ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, അറ്റാച്ച്മെൻറ്റ് ഓർഡർ ടേക്സ് പ്രിസിഡൻസ്. അപ്പോൾ രണ്ടും ലേറ്റസ്റ്റ് ഓർഡർ രണ്ടും ഒരേ ഓപ്ഷൻ തന്നെയാണ് അല്ലേ? ബോത്ത് ഓർഡേഴ്സ് ആർ കൺസിഡേർഡ് ഈക്വലി. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എന്ത് പറയുന്നു? ഗാർണിഷി ഓർഡർ ടേക്സ് പ്രിസിഡൻസ്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി, ഗാർണിഷി ഓർഡർ ടേക്സ് പ്രിസിഡൻസ്. അപ്പോൾ ഗാർണിഷി ഓർഡറും അറ്റാച്ച്മെൻറ്റ് ഓർഡറും ഒരേ സമയം റിസീവ് ചെയ്യുകയാണെങ്കിൽ ഗാർണിഷി ഓർഡറിലാണ് പ്രിസിഡൻസ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 155ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ നെയ്മഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ആൻഡ് ഹിസ് വിൽ ഇസ് കാൾഡ്. അപ്പോൾ ഒരു ഡിസീസ്ഡ് പേഴ്സൺസിൻ്റെ സ്വത്തുവകകൾ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണെ പറയുന്ന പേരാണ് എക്സിക്യൂട്ടർ. ഓപ്ഷൻ സി, എക്സിക്യൂട്ടർ അല്ലേ? ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ വിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് ആര്? എക്സിക്യൂട്ടർ. ഓപ്ഷൻ സി. ഇനി 156ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SMS? SMS-ൻ്റെ ഫുൾ ഫോം അല്ലേ? എന്താണ്? ഷോർട്ട് മെസ്സേജിങ് സർവീസ്. ഓപ്ഷൻ ബി, ഷോർട്ട് മെസ്സേജിങ് സർവീസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 157ാമത്തെ ക്വസ്റ്റ്യൻ. MMID ഇൻ മൊബൈൽ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ. മൊബൈൽ ബാങ്കിങ്ങിൽ MMID എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? യെസ്, മൊബൈൽ മണി ഐഡൻറ്റിഫയർ. മൊബൈൽ മണി ഐഡൻറ്റിഫയർ. ഓപ്ഷൻ ബി. ഇനി അടുത്തത് 158ാമത്തെ ക്വസ്റ്റ്യൻ. 158ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ RTGS S സ്റ്റാൻഡ്സ് ഫോർ. RTGSൽ S സ്റ്റാൻഡ്സ് ചെയ്യുന്നത് എന്തിനാണ്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഡി, സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി, സെറ്റിൽമെൻറ്റ്. അടുത്തത് 159ാമത്തെ ക്വസ്റ്റ്യൻ. 159ാമത്തെ ക്വസ്റ്റ്യൻ. What is the maximum turnover limit for classification as a micro enterprise as per revised guidelines of MSME? Revised MSME guidelines പ്രകാരം മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ മാക്സിമം ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? ടേൺ ഓവർ ലിമിറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട് റിവൈസ്ഡ് MSME ആക്ട് പ്രകാരം. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്ത ഗൈഡ് ലൈൻസ് പ്രകാരം മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ മാക്സിമം ടേൺ ഓവർ ലിമിറ്റ്. അപ്പോൾ ഈ ടേൺ ഓവർ ലിമിറ്റിനനുസരിച്ചാണ് ഇത്ര വരെ ടേൺ ഓവറുള്ള ഓരോ യൂണിറ്റുകളെ മൈക്രോ യൂണിറ്റുകളും മീഡിയം എൻ്റർപ്രൈസസും സ്മോൾ എൻ്റർപ്രൈസസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? യെസ്, റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് പ്രകാരം മാക്സിമം ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? ₹5 crore. ഓപ്ഷൻ എ, ₹5 crore. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? 160ാമത്തെ ക്വസ്റ്റ്യൻ. ബാങ്ക്സ് ടു ഗീവ് certain percentage of loans to priority sector. What is the priority sector target for commercial banks in India? അപ്പോൾ നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഒരു പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ഉണ്ട് എന്നുള്ളത് അല്ലേ? സെർട്ടൻ പെർസെൻറ്റേജ് അവരുടെ ടോട്ടൽ ലോൺസിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് പ്രയോറിറ്റി സെക്ടറിന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കുമ്പോഴാണ് നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അല്ലേ? ഇപ്പോൾ നോക്കൂ ഓപ്ഷൻസ്. 75%. ഓപ്ഷൻ എ എന്താ പറയുന്നത്? 75% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്, ANBC അല്ലേ? അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ഓർ ക്രെഡിറ്റ് ഇക്വലൻറ്റ് ടു ഓഫ് ബാലൻസ് ഷീറ്റ് exposure, COB, whichever is higher as on 31st March of the previous year. Then അടുത്തത് 40%, then 18%. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? നോ സച്ച് ലിമിറ്റ്.
അപ്പോൾ അതിൽ എന്താണ് 40% ആണോ 18% ആണോ 75% ആണോ എന്നുള്ളത് പ്രയോറിറ്റി സെക്ടർസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 75% ആണോ 40% ആണോ 18% ആണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായിരുന്നു ആൻസർ? യെസ്, ഓപ്ഷൻ ബി 40% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈക്വലൻറ്റ് ടു ഓഫ് ബാലൻസ് ഷീറ്റ്. അതിൻ്റെ 40% ആണ് എന്തായിട്ട് വരുന്നത്? യെസ്, പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അപ്പോൾ നമ്മളിവിടെ 160 ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസേഴ്സ് എന്ത് ചെയ്യുക? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷന് വരണം. എന്താണ് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. ഓക്കെ, ഇന്നത്തെ എക്സാം എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് കരുതട്ടെ. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരട്ടെ. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ പുതിയ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ച് ഫെബ്രുവരി 20 മുതൽ ആരംഭിക്കുന്നു. അപ്പോൾ ഈ എക്സാമിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് നമുക്കറിയാം, ഈ എക്സാമിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വൈസ് നോക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തൊട്ട് ബേസിക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ ക്ലാസ്സസ് ഈ വരുന്ന ഫെബ്രുവരി 20 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു. ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ, ജനറൽ PSC, ഡിഗ്രി ലെവൽ PSC, LDC, LPST, UPST, HST, HSST, SSC, RRB, ബാങ്ക്, CSEB തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും കേട്ടറ്റ്, നെറ്റ്, സെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി എക്സാമുകൾക്കുമുള്ള ഓൺലൈൻ ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് എയ്സിൽ നിന്നും ഇത്രയും അധികം ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലെത്തുന്നത്? പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ്, ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, വിശാലമായ ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റി, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് എന്നിവ എയ്സിന്റെ മാത്രം പ്രത്യേകതകളാണ്. കൂടാതെ ടോപ്പിക് എക്സാംസ്, മോഡൽ എക്സാംസ്, OMR വാലുവേഷൻ എന്നിവയോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുകളും മോട്ടിവേഷൻ ക്ലാസുകളും. ഇനി സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും.